ഇടതു സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. LDF കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി. കേരളത്തിലെ ക്ഷേമനിധികൾ തകരുകയാണെന്നും സംസ്ഥാനത്തിന് കോടികൾ കടമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് സലാം പറയുമ്പോൾ കേരളത്തിന്റെ ബാധ്യത 6 ലക്ഷം കോടിയാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിൽ തുടരുകയാണ്. വിലക്കയറ്റം മാത്രമാണ് ഒന്നാം സ്ഥാനത്തെന്നും വി.ഡി. സതീശൻ ചോദിക്കുന്നുണ്ട്. വിലക്കയറ്റം മാത്രമാണ് ഒന്നാം സ്ഥാനത്തെന്നും വി.ഡി. സതീശൻ പറഞ്ഞുവെക്കുന്നു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടത്തിന്റെ കാണാക്കയത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയാണ് LDF ഗവൺമെന്റ് വിടവാങ്ങുന്നത്. കഴിഞ്ഞ 11 മാസമായി വിലക്കയറ്റത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് കേരളം. വിലക്കയറ്റത്തിൽ വേറൊരു സംസ്ഥാനത്തിന് ഒന്നാം സ്ഥാനം നൽകാൻ പിണറായി വിജയൻ സമ്മതിക്കില്ലെന്നും വി.ഡി. സതീശൻ പരിഹസിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അധികാരത്തിൽ വരേണ്ട മുന്നണിയാണ് കോൺഗ്രസ്. തകർന്നുപോയ കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുകയെന്ന ദൗത്യം UDF നിറവേറ്റുമെന്ന് വി.ഡി. സതീശൻ പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രതികരണം ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. ഈ കേരളത്തെ അവർ തകർത്തു തരിപ്പണമാക്കി. നമ്മുടെ സമ്പദ് വ്യവസ്ഥ അടുത്ത മാസം പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് സലാം പറയുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ ബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ഇറങ്ങുന്നത് എന്ന് നമ്മൾ അറിയണം. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടത്തിന്റെ കാണാക്കയത്തിലേക്ക് നമ്മളെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് ഈ ഗവൺമെന്റ് വിടവാങ്ങുന്നത്. നമുക്കറിയാം, എല്ലാ രംഗവും തകർന്നു. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. പല മെഡിക്കൽ കോളേജുകളുടെയും സ്ഥിതി പരമദയനീയമാണ്. സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി, മരുന്നില്ല. കാരുണ്യ പദ്ധതിക്ക് 1200 കോടി രൂപ കടമാണ്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനും മരുന്ന് മേടിച്ചതിന്റെ കടം കോടികളാണ്. ക്ഷേമനിധികൾ തകരുകയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് 19 മാസം. കർഷക തൊഴിലാളി പെൻഷനില്ല. തയ്യൽ തൊഴിലാളി, അംഗൻവാടി ജീവനക്കാർ, കേരളത്തിൽ ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി ക്ഷേമനിധികൾ തകർന്ന് തരിപ്പണമാവുക. എന്താണ് ഇവരുടെ ഭരണം? എന്തു ഭരണമാണ് ഇവർ ചെയ്യുന്നത്? നമുക്കറിയാം. പക്ഷേ നമുക്കിനി ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മളിനി കേവലം പ്രതിപക്ഷം മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷം യാഥാർത്ഥ്യമാക്കി അധികാരത്തിലേക്ക് വരേണ്ട മുന്നണിയാണ്. ഈ തകർന്ന കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുക എന്ന ദൗത്യമാണ് UDF-നുള്ളത്. അത് UDF ഏറ്റെടുക്കുകയാണ്.